ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച KSRTCയിലെ 100 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 26 താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നടപടി. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, എന്തൊക്കെയാണ് അച്ചടക്ക നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ? ഉന്മേഷ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് KSRTC CMDയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് KSRTCയിൽ ജോലിക്കെത്തുന്ന എല്ലാ ജീവനക്കാരെയും, അതായത് വനിതകൾ ഒഴികെയുള്ള എല്ലാ ജീവനക്കാരെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം ജോലിക്ക് അനുവദിക്കുക എന്നുള്ളൊരു ഉത്തരവ് KSRTC CMDയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ ഉത്തരവ് പ്രകാരം തന്നെ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും CMDയുടെയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയുടെയും ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഈ മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നടത്തിയ അന്വേഷണത്തിൽ KSRTCയിലെ 60 യൂണിറ്റുകളിലായി നടത്തിയ അന്വേഷണത്തിൽ 100 ജീവനക്കാർക്കെതിരെ ഇത്തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KSRTCയിലെ സ്ഥിരം ജീവനക്കാരായ 74 ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 26 താത്കാലിക ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ നടപടികൾ, അതുപോലെ തന്നെ വലിയ പരിശോധനകളൊക്കെ KSRTCയുടെ വിജിലൻസ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരും വ്യക്തമാക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.